നമുക്കൊപ്പം അൽഫു ചേരുന്നുണ്ട്. അൽഫു ഇപ്പോൾ ഈ അപകടമുണ്ടായ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. രക്ഷാപ്രവർത്തനമൊക്കെ കുറേ നേരമായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അൽഫു. ലോറി ഉടമയായ മനാഫിന്റെ സഹോദരനാണ് അൽഫു. അൽഫു, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നേരം വൈകി, ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ടോ? കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഇല്ല, ഒന്നും നടക്കുന്നില്ല. ഇപ്പം രക്ഷാപ്രവർത്തനം കാലാവസ്ഥ ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഡിവൈഎസ്പി വന്നിട്ട് പറഞ്ഞ് അവര് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ടീമിനെ കൊണ്ടുവരാ, ഇപ്പൊ നടക്കൂല എന്നൊക്കെ പറഞ്ഞു പോയതാ. അവിടെയുള്ള JCBകളൊക്കെ ഇപ്പോൾ പ്രവർത്തനം നിർത്തിയോ? റോഡ് പണി നടക്കുന്നുണ്ട്, റോഡിന്റെ പണി എടുക്കുന്നത് ഇവർക്ക് റോഡ് ഓപ്പൺ ആക്കലാണ് പോലെ പ്രയോറിറ്റി. അൽഫു, അതായത് നമ്മൾ അർജുനുള്ള ഭാഗം, അതായത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അർജുനുള്ള ലോറിയുള്ള ഭാഗം, അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നാണോ? നിർത്തിവെച്ചു. 2 മീറ്റർ 2 ഫൂട്ട് നീളമുള്ള മെറ്റൽ ഡിറ്റക്ടർ മാത്രമായിട്ട് അവർ വന്നത്. ഈ മണ്ണ് അടിഞ്ഞു കൂടിയത് 4 5 ഹൈറ്റിൽ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവര് എന്താണ് ചെയ്തെന്നുള്ളത്. അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ വരെ അവർ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. മാധ്യമപ്രവർത്തകരെ കടത്തി വിട്ടാലല്ലോ ജനങ്ങൾ അറിയുള്ളൂ. ഞങ്ങളും ഉദ്യോഗസ്ഥരും കാര്യമായിട്ട് അറിയുന്നത് ഇതിന്റെ ഗ്രാവിറ്റി അറിയണമെങ്കിൽ കടത്തി വിടണ്ടേ. അത് നിങ്ങൾ കാര്യമായിട്ടൊന്ന് ടെലികാസ്റ്റ് ചെയ്യേ. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ഹലോ, ഓക്കെ അൽഫു, കേൾക്കുന്നുണ്ട്. അതായത് ഈ പ്രദേശത്ത് ആ മണ്ണ് നീക്കി എവിടെ നിന്നാണോ ആ ലോറി കണ്ടെത്തേണ്ടത് അവിടെ ഇപ്പോൾ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നാണോ? അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. അതായത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനേക്കാൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ പുറത്തെത്തിക്കുക നമ്മളെ കേരളത്തിനേ ഉള്ളൂ ആ ഒരു ബോധമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അൽഫു, ഈ പറയുന്നത് സത്യമാണോ? കാരണം അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് നിങ്ങളപ്പോൾ ചോദിച്ചില്ലേ വാഹനങ്ങൾ പോകുന്നതിനേക്കാൾ ആ മണ്ണിനടിയിൽ നമ്മുടെ സഹോദരനുണ്ട്, അവനെ ഒന്ന് രക്ഷിച്ചുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ, ആവശ്യപ്പെടുന്നില്ലേ? അവൻ മാത്രല്ല ഉള്ളത്, അവിടെ ഒരു ബെൻസ് കാറിൽ ഒരു ഫാമിലി ഉണ്ട്, ഒരു ലോറി വേറെ ഉണ്ട്, പിന്നെ വേറെ ബൈക്കുണ്ട്. ഇവിടെ നാട്ടുകാർ പറഞ്ഞത് അതാണ് അവർക്ക് പ്രയോറിറ്റി. അങ്ങനെയുള്ള നിർദ്ദേശമാണോ? അതായത് വഴിയിലെ തടസ്സം, വഴിയിൽ കിടക്കുന്ന അൽഫു ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ആ വഴിയിൽ കിടക്കുന്ന മണ്ണ് മാറ്റിയാൽ മതി, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് അവരോട് പറഞ്ഞോ അധികൃതർ? അപ്പോൾ ഇല്ല, അത് പറഞ്ഞു. നമുക്ക് കണ്ടിട്ട് അങ്ങനെയാണോ തോന്നുന്നത്? അവർ പറഞ്ഞതൊന്നും നമുക്കറിയില്ല. എങ്ങനെ മീറ്റിംഗ് കൂടിയൊന്നും നമുക്കറിയില്ലല്ലോ. ഈ ലോറി എവിടെയുണ്ട്, വാഹനങ്ങൾ എവിടെയുണ്ട് എന്നറിയാൻ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ കൊണ്ടുവന്നിരുന്നല്ലോ, അതൊക്കെ ഉപയോഗിച്ച് പരിശോധനകൾ ഉപയോഗിച്ച് ആ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ നല്ല ശക്തമായ മഴ പെയ്ത് അവർ പോയി. അവരും ഇപ്പോൾ അവിടെ ഇല്ലേ? അപ്പോൾ മണ്ണിനടിയിൽ ആ ലോറിയും മറ്റു വാഹനങ്ങളും ഒക്കെ അവിടെ കിടക്കട്ടെ, നാളെ ബാക്കി ചെയ്യാമെന്നാണോ? ആ മണ്ണിനടിയിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ അപ്പോൾ പുറത്തെടുക്കേണ്ടേ? അല്ലെങ്കിൽ അതിലുള്ള ആളുകളെ, ജീവനോടെ ആയിരിക്കും ആ ആളുകൾ അതിലുണ്ടാവുക, അതുപോലും അവർ പരിഗണിക്കുന്നില്ല എന്നാണോ? പരിഗണിക്കുന്നില്ല. അവരെ പരിഗണന ഞാൻ മനസ്സിലാക്കുന്നത് 4 ലൈൻ ആണല്ലോ. ടോള് കിട്ടൂലല്ലോ. ഇത്രയും ദിവസം ടോള് മുടങ്ങിക്കാണ് കോടികൾ. മനുഷ്യൻ ജീവിച്ചിരുന്നാൽ അല്ലേ അൽഫു യാത്ര ചെയ്യാൻ പറ്റൂ? അതെ, അതിപ്പോ എനിക്ക് പറയേണ്ട വന്ന ഒരവസ്ഥ വരെയാണ്. നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളല്ലോ ഇവിടുന്ന്. ഇതെന്തൊരു മനുഷ്യരാണ് അൽഫു, നിങ്ങൾ അത് ചോദിക്കണ്ടേ? കേരളത്തിൽ നമ്മൾ ചോദിച്ചപ്പോ അവർ അതും ഇത് പറഞ്ഞ് ഇങ്ങനെ കളിക്കാന്നേ. നമ്മൾ ചോദിക്കാത്ത വിഷയമൊന്നുമില്ല. നമ്മളിത് രാവിലെ മുതൽ ഇപ്പൊ ഇതുവരെ നമ്മൾ ഈ മഴത്തും ഇതും ഉണ്ടല്ലോ ഇവരായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട്. ഇവർക്ക് നമ്മൾ വലിയ ഉദ്യോഗസ്ഥരല്ലേ, അവരായിട്ടും സംസാരിച്ച് കഴിഞ്ഞിട്ടും അവർക്കൊരു ഇത് കിട്ടുന്നില്ല നമുക്ക്. ആ മണ്ണുമാറ്റം, അപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നു. അതായത് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരുന്ന ദൃശ്യവും അതാണ്. ഈ മണ്ണ് വീണ് കിടക്കുന്ന ഈ കൂമ്പാരത്തിനിടയിൽ ലോറിയുണ്ട്, അത് ഉറപ്പിച്ചതാണ്. ആ ലോറി എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി, ആ ലോറിയുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും ഇല്ല അതൊന്നും നടന്നില്ല. അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് അത് മാന്തി, പിന്നെ അത് നിർത്തി വെച്ചിട്ട് രണ്ടാമത് JCB റോഡിന്റെ മുകളിലത്തെ മണ്ണ് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അൽഫു, ഇത് കേൾക്കുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ, അതായത് ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. അവർ ആ ഭാഗത്ത് തിരയേണ്ട, അവിടുത്തെ മണ്ണ് മാറ്റണ്ട എന്ന് തീരുമാനിച്ചോ? അതായിരിക്കുമല്ലോ അങ്ങനെ വരാൻ കാരണം. അല്ലാതെ ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒരു ജീവൻ കുടുങ്ങി കിടന്ന് നമ്മൾ ആദ്യം അതിനല്ലേ പ്രയോറിറ്റി കൊടുക്കുക.
അത് കൊടുക്കുന്നില്ല. നമ്മുടെ സഹോദരനാണ് അവിടെ കിടക്കുന്നത്. അതല്ലാതെ ഓരോ ജീവനും, നമുക്കിപ്പോൾ അർജുനെ അറിയാം, നമുക്ക് പരിചയമില്ലാത്ത ആളുകളാണ് ആ ബെൻസിലും ഒക്കെ ഉള്ളത്. ആ മനുഷ്യജീവനുകൾക്ക് ഒരു വിലയുമില്ലേ? അപ്പോൾ ഗതാഗതത്തിനാണോ അവിടെ പ്രാധാന്യം? ഏതെങ്കിലും ഒരു മന്ത്രിനെ ഇങ്ങോട്ട് വിട്ടാൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. അതിലൊരു വർത്താനം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ ഉപകാരം. ഉറപ്പായും സംസ്ഥാന സർക്കാരുമായി ഈ കാര്യത്തിൽ നമുക്ക് ബന്ധപ്പെടേണ്ടതുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, പൊതുമരാമത്ത് മന്ത്രി, കോഴിക്കോട് കളക്ടർ എല്ലാവരും ചേർന്ന് ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേരളത്തിൽ അവർ നൽകുന്ന പ്രതികരണങ്ങൾ. ഇതാണോ ഏകോപനം? അതെ. അൽഫു ആണ് നമുക്കൊപ്പം ഉള്ളത്. അൽഫു, അവിടെയുള്ള ആളുകളോട് ചോദിക്കൂ. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള നേതാക്കൾ അവരൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയാണോ ഇടപെടൽ വേണ്ടതെന്നുള്ളത് നിങ്ങളും കുടുംബാംഗം എന്ന നിലയിലും, അതോടൊപ്പം തന്നെ അർജുന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് അൽഫു, നിങ്ങളും അത് ബന്ധപ്പെടുക. അധികൃതരോട് ഞങ്ങളും ചോദിക്കാം, ഇങ്ങനെയാണോ തെരച്ചിൽ നടത്തേണ്ടത്? ആ മനുഷ്യനെ ജീവനോടെ പുറത്തെത്തിക്കുക എന്ന നല്ല വാർത്ത കേൾക്കാനാണ് നമ്മൾ ഇതിൽ തന്നെ ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വഴിയിലെ മണ്ണ് നീക്കുക. ഒരു മനുഷ്യൻ ഈ മണ്ണിനടിയിൽ കിടപ്പുണ്ട്. ഒരു മനുഷ്യനല്ല, ഒന്നിലധികം മനുഷ്യർ. അല്ല, അതാണ് ഇവർക്ക്. ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. ഓരോ ജീവനുമുള്ള വില മനസ്സിലാക്കാൻ കഴിയാത്ത അധികൃതരാണ് എന്നുണ്ടെങ്കിൽ അവരോട് നമ്മളത് പറയണം അൽഫു. അത് പറയാത്ത വിഷയമല്ല. നമ്മൾ ഇവരത് ചെയ്യാഞ്ഞാലും നമുക്ക് എന്താ ചെയ്യാം? അൽഫുൻ, ഇത് ഉറപ്പാണോ? അതായത് അവിടെ നിന്ന് അവർ പൂർണ്ണമായും ഈ മണ്ണുള്ള ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തനം നിർത്തി വഴിയിലെ മണ്ണ് മാറ്റുന്നതിനായി ഈ JCB എല്ലാം 8 JCB ഉണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഈ 8 JCBയും വഴിയിലെ മണ്ണ് മാറ്റാം എന്ന ഒരു തീരുമാനത്തിലേക്ക്, ആ ഒരു പ്രവൃത്തിയിലേക്ക് മാറിയിരിക്കുകയാണോ? അതെ, ഞാനിതാ നേരെ അതിന്റെ മുന്നിലാണ് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്. അൽഫുവിനെ ഞാൻ അവിശ്വസിക്കുകയല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ, ഒരു മനുഷ്യനല്ല, ഒരുപാട് പേർ ആ മണ്ണിനടിയിൽ കിടക്കുകയാണ്. അവർക്ക് ജീവൻ ഉണ്ടാകും, അവരെ പുറത്തെത്തിക്കുക, അതിനാണ് പ്രാധാന്യം. അതിന് പകരം വഴിയിലെ മണ്ണ് മാറ്റി ആർക്കാണ് ഇത്രയ്ക്ക് തിടുക്കം എവിടെയെങ്കിലും പോകാൻ? ഇപ്പൊ എന്താ പറയുക, നമ്മളെ കയ്യിലുള്ള ഇതല്ലല്ലോ. റോഡും നമ്മളെ കയ്യിലല്ല, നമ്മളെ കയ്യിലല്ല ഉള്ളത്. നിങ്ങളൊന്ന് കാര്യമായിട്ടൊന്ന് തീർച്ചയായും അൽഫു, എനിക്ക് തോന്നുന്നു നമുക്ക് ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഒക്കെ ബന്ധപ്പെടേണ്ടതുണ്ട്. കോഴിക്കോട് കളക്ടറെ ബന്ധപ്പെടേണ്ടതുണ്ട്. ഈ രീതിയിലാണ് രക്ഷാപ്രവർത്തനം എങ്കിൽ അതിൽ കേരളത്തിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു സഹോദരനാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്നത്. സംസാരിക്കുമ്പോ ഒരു മേഡം പറഞ്ഞിരുന്നു, നമുക്ക് ജീവന്റെ തുടുപ്പ് കണ്ടെത്തുന്ന എന്തോ മെഷീനൊക്കെ കേരളം വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോ ഏത് ജീവനാണെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയല്ലോ. തീർച്ചയായും അൽഫു അവിടെയുള്ള ആളുകളോടൊന്ന് സംസാരിക്കൂ. അതായത് ഈ തെരച്ചിൽ തുടരണം. അർജുൻ അതിനുള്ളിൽ, ആ വണ്ടിക്കുള്ളിൽ ജീവനോടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അൽഫു, ഒന്ന് തുടരൂ.